ഒരു വലിയ സൈന്യം ദൈവപുരുഷനെയും പട്ടണത്തെയും വളഞ്ഞപ്പോൾ പ്രവാചക ശിഷ്യൻ കാണുന്നത് ദൈവപുരുഷന് ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും. മറ്റൊരിടത്ത് വിശ്വാസം മൂലം ജനം 7 ദിവസം ചുറ്റിയപ്പോൾ യെരിഹോയുടെ മതിലുകൾ വീഴുന്നു. അതേ പ്രിയരെ, വിശ്വാസ വീരന്മാരായ അബ്രഹാം, ഹാനോക്ക്, നോഹ, മോശ, എസ്തർ, ഏലിയാവ് തുടങ്ങിയ അനേകരോട് ദൈവം സംസാരിക്കുന്നു. എന്താണ് വിശ്വാസം? വിശ്വാസം നിങ്ങൾക്ക് കാണുവാനോ കേൾക്കുവാനോ സാധ്യമല്ല. പിന്നെയോ അത് ദൈവത്തിന്റെ ഉറപ്പും നമ്മളെ ദൈവത്തിൽ ഓർപ്പിക്കുന്നതുമാണ്. ഇവിടെ വിറ്റിഫോം സൺഡേ സ്കൂൾ അവതരിപ്പിക്കുന്ന ചെറു നാടകം എരിയുന്ന തീച്ചുവടി. ഗുഡ് ഈവനിങ് സർ. ഓ, എവിടെ ചെന്നാലും ചാനൽ, എവിടെ ചെന്നാലും ഇവര് വെറുതെ വിടത്തില്ലല്ലോ. എന്താണ് ഈ സന്ധ്യാസമയത്ത് ചാനലുകാരെല്ലാം ഇവിടെയും വെറുതെ വിടത്തില്ല അല്ലേ? സാറേ, ഇന്നലെ ഈ രാജ്യത്തിലെ ആരാധനയ്ക്കുള്ള നിയമങ്ങളിൽ ഒരു വ്യത്യസ്ത നിയമം പ്രാബല്യത്തിൽ വന്നു എന്ന് കേട്ടു. നമ്മൾ ഇത്രയും നാൾ പല ദൈവങ്ങളെ ആരാധിച്ചു വണങ്ങി പോന്നല്ലോ. ഇപ്പോൾ എന്തിനാണ് ഈ മാറ്റം? ആരാണ് ഈ പുതിയ ദൈവം? ആരാണ് ഈ യഹോവയാം ദൈവം? ജനങ്ങൾക്ക് ഈ പുതിയ ദൈവത്തിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. ഇത്രയും നാൾ നമ്മൾ പല ദൈവങ്ങളെയും ആരാധിച്ചു പോന്നു, പല ബിംബങ്ങളുടെ മുന്നിൽ തലവണക്കി. എന്നാൽ ഇപ്പോൾ നടന്ന വലിയൊരു സംഭവമാണ് ഈ രാജ്യത്തെ ഈ നിയമത്തിലേക്ക് നയിച്ചത്. അത് നമുക്കിപ്പോൾ ഇവിടെ കാണാം. രാജാവ് നീണാൽ വാഴട്ടെ. അങ്ങ് എന്താണാവോ ചിന്തിച്ചിരിക്കുന്നത്? അതെ, ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ ശക്തനും പ്രതാപശാലിയുമായ ഒരു രാജാവാണ്. ഞാൻ മൂലം രാജ്യത്തിന്റെ അതിരുകൾ വിശാലമാവുന്നു, സാമ്പത്തികമായി വളരുന്നു. ഞാൻ തന്ത്രശാലിയായ രാജാവാണ്, പ്രഗത്ഭനായ രാജാവാണ്. എന്റെ കീർത്തി ദേശം മുഴുവൻ അറിയണം. എന്റെ കീർത്തി നിലനിർത്താൻ എനിക്കൊരു സ്വർണ്ണ പ്രതിമയുണ്ടാക്കി പ്രതിഷ്ഠിക്കണം. ഓ, എക്സലന്റ് ഐഡിയ രാജാവേ. ഇത്രയും പ്രശസ്തനായ രാജാവിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് ഈ രാജ്യത്തിനും ഭാവി തലമുറയ്ക്കും അതൊരു സ്മരണയായി നിലനിൽക്കും. പ്രതിമ ഏത് വിധമാണാവോ വേണ്ടത്? അങ്ങനെയെങ്കിൽ 60 മുഴം ഉയരവും 6 മുഴം വീതിയുമുള്ള ഒരു സ്വർണ്ണബിംബം നിർമ്മിക്കുവാൻ ഞാനിതാ കൽപ്പിക്കുന്നു. അതെ രാജാവേ, ആജ്ഞ പോലെ. നിങ്ങൾ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് എന്റെ പുതിയ സ്വർണ്ണ പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്കായി എല്ലാ ദേശാധിപതികളെയും സ്ഥാനാധിപതികളെയും ന്യായാധിപന്മാരെയും ഭണ്ഡാര വിചാരകന്മാരെയും മന്ത്രിമാരെയും നഗര അധിപന്മാരെയും സകല സംസ്ഥാന പാലകന്മാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തുക. തീർച്ചയായും രാജാവേ, ഉത്തരവ് പോലെ. മന്ത്രി അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വലിയ ബിംബത്തെ കുറിച്ച് കേട്ട് ചിന്താവിഷ്ടനായി പുറത്തേക്ക് പോകുന്നു. എന്ത് പറ്റി? എങ്ങോട്ടാ ഇത്ര തിരക്ക് പിടിച്ച് ഓടുന്നത്? ബിംബം, ബിംബം, വലിയൊരു ബിംബം. ബിംബമോ? എന്തു ബിംബം? അതെ, രാജാവിന് അതിഭയങ്കരമായ ഒരു ബിംബം വേണം പോലും. 60 മുഴം നീളവും 6 മുഴം വീതിയുമുള്ള ഒരു ബിംബം, അതും വിത്ത് ഗോൾഡ്. ഓ, വിത്ത് ഗോൾഡ്? അങ്ങനെയെങ്കിൽ രാജ്യത്തുള്ള ശില്പികളെയെല്ലാം ഒന്ന് കൂട്ടിവരുത്താം അല്ലേ? ഗുഡ് ഐഡിയ. ഇപ്പോൾ എന്തായിരിക്കാം രാജാവിന് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? അതറിയില്ല. ഓ, എന്തായിരുന്നു അന്ന് ദാനിയേൽ രാജാവിന് സ്വപ്നത്തെക്കുറിച്ച് അറിയിച്ചു കൊടുത്തപ്പോൾ? ഇപ്പോൾ എബ്രായ ബാലന്മാരെല്ലാം രാജാവിന്റെ പ്രിയപ്പെട്ട ആളുകളായി മാറി. നമ്മളെ എല്ലാം തഴഞ്ഞു. അല്ലെങ്കിൽ നമ്മളായിരുന്നു എല്ലാത്തിനും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോ നമുക്കൊരു വിലയുമില്ല. അത് ശരിയാ. ആ പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് നമ്മളെയും വിളിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായും, നമ്മളെ തീർച്ചയായും വിളിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ആ എബ്രായർക്കിട്ടൊരു പണി കൊടുത്താലോ? അവർക്കൊക്കെ വലിയ സ്ഥാനമാനങ്ങളല്ലേ രാജാവ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എങ്ങനെ പണി കൊടുക്കാം? അവർ പ്രതിമയെ വണങ്ങാത്തവരാണല്ലോ. അതെ അതെ. ആ ഐഡിയ. അപ്പോൾ നിയമം എഴുതുമ്പോൾ
പ്രതിമയെ വണങ്ങാത്തവരെ തീച്ചൂളയിൽ ഇടുമെന്നുകൂടി എഴുതി ചേർക്കണം. ഗുഡ് ഐഡിയ. അങ്ങനെ രാജാവ് പറഞ്ഞതുപോലെ ഒരു സ്വർണ്ണബിംബം ഉണ്ടാക്കി അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂരാസമ ഭൂമിയിൽ നിർത്തി. വിളംബരക്കാർ ബാബിലോൺ രാജ്യം മുഴുവൻ പോയി എല്ലാ പ്രധാനികളെയും ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വിളിച്ചുകൂട്ടി. അവരെല്ലാവരും വന്ന് രാജാവ് സ്ഥാപിച്ച പ്രതിമയ്ക്ക് ചുറ്റും ഒത്തുകൂടി. അപ്പോൾ രാജാവിൻ്റെ ഇളമക്കാരൊരാൾ മുന്നോട്ട് വന്ന് ഈ പ്രഖ്യാപനം നടത്തി. പ്രഗത്ഭനും വീരശൂര പരാക്രമിയും തന്ത്രശാലിയും ആയ നമ്മുടെ രാജാവ് നെബൂഖദ്നേസർ നീണാൾ വാഴട്ടെ. ഇതാ കുഴൽ, വീണ തുടങ്ങിയ എല്ലാ വാദ്യോപകരണങ്ങളും സംഗീതനാദങ്ങൾ കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ വീണ് സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്ന് രാജാവിൻ്റെ കൽപ്പന ഇവിടെ പ്രഖ്യാപിക്കുന്നു. ആരെങ്കിലും വീണ് നമസ്കരിക്കാത്ത പക്ഷം അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയുമെന്നും പ്രഖ്യാപിക്കുന്നു. ബാബിലോൺ രാജ്യത്തെ എല്ലാ പ്രധാനികളും പ്രതിമയുടെ മുമ്പിൽ വണങ്ങുന്നു. എല്ലാവരും എഴുന്നേറ്റ ഉടനെ രാജാവിന്റെ അടുക്കൽ 2 ഉദ്യോഗസ്ഥർ വന്നു. രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. പ്രതിമയ്ക്ക് മുമ്പിൽ എല്ലാവരും വീണ് നമസ്കരിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നില്ലയോ? ആരെങ്കിലും വീണ് നമസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ ഉടനെ കത്തുന്ന തീച്ചുളയിലേക്ക് ഇട്ടുകളയും എന്നും അങ്ങ് പറഞ്ഞിരുന്നില്ലയോ? അതെ, അതെന്റെ കൽപ്പനയാണ്. എന്നാൽ രാജാവേ, ചിലർ അത് ചെയ്തിട്ടില്ല. എന്ത്? നാം എന്താണ് ഈ കേൾക്കുന്നത്? ബാബിലോൺ ദേശത്തെ ഭരണത്തിന് മേൽനോട്ടം വഹിക്കാൻ അങ്ങ് നിയമിച്ച യഹൂദരുണ്ടല്ലോ, ശദ്രക്, മേശക്, അബേദ്നെഗോ. അവർ അങ്ങയുടെ കൽപ്പനയെ ധിക്കരിച്ച് പ്രതിമയുടെ മുന്നിൽ വീണ് നമസ്കരിച്ചില്ല. എന്ത്? അവർ അങ്ങനെ ചെയ്തില്ലെന്നോ? അവരെ വേഗം എൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. ഉത്തരവ്. നിങ്ങൾക്ക് ഞാൻ ഒരവസരം കൂടി തരികയാണ്. ഇപ്പോൾ തന്നെ സംഗീതം വീണ്ടും മുഴങ്ങുമ്പോൾ ബിംബത്തിന് മുമ്പിൽ നമസ്കരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളെ ഉടനെ കത്തുന്ന തീച്ചുളയിലേക്ക് ഇട്ടുകളയും. രാജാവേ, അത് സാധ്യമല്ല. അതിനാൽ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ ആ ദൈവം എരിയുന്ന തീച്ചോളിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും. ഒരു പക്ഷേ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ രാജാവിൻ്റെ ദൈവന്മാരെ സേവിക്കില്ല. ഞങ്ങൾ രാജാവ് നിർത്തിയ സ്വർണം ബിംബത്തെ നമസ്കരിക്കത്തില്ല. കാവൽക്കാരെ, തീച്ചുള 7 മടങ്ങ് ചൂടാക്കൂ. അവരെ ബന്ധിക്കൂ. അവരെ ആ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളവിൻ. എല്ലാ കാഴ്ചക്കാരും രാജാവും ചൂളയുടെ മുമ്പിലാണ്. കാവൽക്കാർ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൈകൾ പിന്നിൽ കയറുകൊണ്ട് ബന്ധിച്ച നിലയിൽ ചൂളയിലേക്ക് നയിക്കുന്നു. രാജാവ് പറയുന്ന കേട്ടാ പോരായിരുന്നു. മനസ്സെണ്ണ കെട്ടവര് നടക്കഞ്ഞോട്ട്. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. ഞാൻ അത്ഭുതകരമായ ഒരു കാഴ്ച കാണുന്നു. നമ്മൾ 3 പേരെയല്ലേ ചൂളയിലേക്ക് ഇട്ടത്? അതെ രാജാവേ. എന്നാൽ ഞാനിപ്പോൾ 4 പേരെ കാണുന്നു.
ആ നാലാമത് നിൽക്കുന്ന ആൾ ഒരു ദൈവദൂതനെ പോലെ ഉണ്ട്. അവരെ പുറത്തു കൊണ്ടുവരൂ. അവരുടെ വസ്ത്രങ്ങൾ കരിഞ്ഞിട്ടില്ല, അവരുടെ തലമുടിക്ക് പോലും ഒരു കേടും വന്നിട്ടില്ല. ഓ, ഇതെന്താണ്? ഇതെങ്ങനെ സംഭവിച്ചു? ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നാലാമത് ഒരാൾ കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ആരായിരുന്നു അത്? ഞങ്ങൾ ചെറിയ പ്രായം മുതൽ വളർന്നു വന്ന ദേവാലയത്തിൽ പ്രമാണിച്ചു വരുന്ന ആദ്യ കൽപ്പനകളിൽ ഇപ്രകാരം പറയുന്നു: ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയായിരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. അതിനാൽ ഞങ്ങൾക്ക് രാജാവിനെ ആകട്ടെ, മന്ത്രിയാകട്ടെ, മറ്റൊരു ദൈവമാകട്ടെ, ഏതെങ്കിലും പ്രതിമയാകട്ടെ, ഒന്നിനെയും നമസ്കരിക്കുവാനോ ആരാധിക്കുവാനോ പ്രമാണമില്ല. അതിനാൽ ഈ ദൈവത്തോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. നാലാമനായി രാജാവ് കണ്ടത് ഞങ്ങൾക്ക് വേണ്ടി അയച്ച ദൈവദൂതനായിരിക്കും. ഈ അവിശ്വസനീയമായ കാഴ്ച രാജാവിന്റെ ഉള്ളത്തെ സ്പർശിച്ചു. ഇപ്പോൾ ഇതാ രാജാവിന്റെ വലിയ പ്രഖ്യാപനം. ശദ്രക്, മേശക്, അബേദ്നെഗോവിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്കൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കോണം രാജകൽപ്പന കൂടി മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ചു വിടുവിച്ചിരിക്കുന്നുവല്ലോ. എനിക്ക് പറ്റിയ പരാജയം മറ്റാർക്കും സംഭവിക്കരുത്. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായകൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്, മേശക്, അബേദ്നെഗോവിന്റെ ദൈവത്തിന് വിരോധമായ വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാനൊരു വിധി കൽപ്പിക്കുന്നു. ഇവരെ ഈ രാജസന്നിധിയിൽ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് നിയമിച്ചതായും സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതായും ഞാനിതാ പ്രഖ്യാപിക്കുന്നു. ഓ, അപ്പോൾ ഇതായിരുന്നു ആ സംഭവം. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ ഈ ദൈവം ഞങ്ങളുടെയും ദൈവം. അങ്ങനെ ദൈവം ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും സംരക്ഷിച്ച്, കാരണം അവർ മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ വിസമ്മതിച്ചു. ഏക സത്യദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കുന്നതിന് പകരം സ്വന്തം ജീവൻ ത്യജിക്കാൻ അവർ തയ്യാറായിരിക്കുന്നു. ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന മിഷണറിമാരും തങ്ങളുടെ ജീവനെ ത്യജിച്ച് ഇതുപോലെ പീഡനങ്ങൾ കൂടി കടന്നു പോകുന്നു. ഇവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ നമ്മുടെ രാജ്യത്തിലും മറ്റു രാജ്യങ്ങളിലും നിയമങ്ങൾ മാറ്റി എഴുതുവാനും അനേക ആത്മാക്കളെ നേടുവാനും ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ നാം സ്നേഹിക്കുന്ന സകലതും വിഗ്രഹമെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് എല്ലാറ്റിലും ഉപരിയായി നമ്മുടെ ദൈവത്തെ സ്നേഹിച്ചും അനുസരിച്ചും വിശുദ്ധിയെ തികച്ചും കർത്താവിൻ്റെ വരവിനായി നമുക്കെല്ലാവർക്കും ഒരുങ്ങിയിരിക്കാം.